അശ്വതി നക്ഷത്രത്തിൽ പിറന്നവരെ സംബന്ധിച്ചിടത്തോളം 2025 നവംബർ മാസം ഊർജ്ജസ്വലതയുടെയും അനുകൂലമായ മാറ്റങ്ങളുടെയും ഒരു നാഴികക്കല്ലായിരിക്കും. നിങ്ങളുടെ വ്യക്തിജീവിതത്തിന്റെ പല തലങ്ങളിലും ഈ മാസം അഭിവൃദ്ധിയുടെ തരംഗങ്ങൾ ആഞ്ഞുവീശാൻ സാധ്യതയുണ്ട്. ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനചലനങ്ങളും അവയുടെ സ്വാധീനവും നിങ്ങളുടെ വഴികളിൽ പുതിയ നേട്ടങ്ങൾ തുറന്നു തരാൻ സഹായിക്കും. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും അവസരങ്ങളെ തിരിച്ചറിഞ്ഞുള്ള സമീപനങ്ങളിലൂടെയും ഈ മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. ഓരോ മേഖലയിലും ഉണ്ടാവുന്ന സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യാം. നവംബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു നവോത്ഥാനത്തിന്റെ കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏത് വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾ പ്രാപ്തരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ ധീരതയും വ്യക്തതയും പ്രകടിപ്പിക്കും. ആശയവിനിമയ ശേഷി മെച്ചപ്പെടുന്നതിനാൽ മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ ഇടപെടലുകൾ കൂടുതൽ ഫലപ്രദമാകും. സാമൂഹികമായ അംഗീകാരങ്ങളും പ്രശംസകളും നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും നിങ്ങൾ ഉണർവോടെയും ഉത്സാഹത്തോടെയും കാണപ്പെടും. ഇത് നിങ്ങളുടെ ദിനചര്യകളെ കൂടുതൽ ക്രിയാത്മകമാക്കും. തൊഴിൽ രംഗത്ത് 2025 നവംബർ മാസം സുവർണ അവസരങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ഈ മാസം ബലം കാണും. പ്രൊഫഷണൽ ജീവിതത്തിൽ ഏറെക്കാലമായി കാത്തിരുന്ന അംഗീകാരം ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രൊമോഷനോ ഉയർന്ന പദവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു പുതിയ റോളോ നിങ്ങളെ തേടിയെത്തും. മേലധികാരികൾ നിങ്ങളുടെ പ്രയത്നങ്ങളെ വിലമതിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു നല്ല വേദിയൊരുക്കും. വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ ലാഭകരവുമായ പുതിയ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ വികസിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായകമാകും. അത്തരം പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഉയർത്തും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ടീം വർക്കിൽ മികച്ച ഫലങ്ങൾ നേടാൻ സഹായിക്കും. നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു ശമ്പള വർധനവോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ പ്രതീക്ഷിക്കാം. ഒരു പുതിയ തൊഴിൽദാതാവുമായി ചർച്ച ചെയ്യുന്നവർക്ക് തൃപ്തികരമായ ഒരു പാക്കേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ ഓർഡറുകൾ, ലാഭകരമായ ഡീലുകൾ, പങ്കാളിത്തങ്ങൾ എന്നിവ ബിസിനസ് വിപുലീകരിക്കാൻ സഹായിക്കും. പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ ഇത് അനുകൂലമായ സമയമാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമാകുന്ന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലി അന്വേഷിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ജോലികൾ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ യോഗ്യതകൾക്കും അനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകളിലൂടെയും അംഗീകാരം നേടാൻ സാധിക്കും. പുതിയ കഴിവുകൾ നേടാനും നൈപുണ്യ വികസന കോഴ്സുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ്. ഇത് നിങ്ങളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും. സാമ്പത്തികമായി അശ്വതി നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം വളരെ മികച്ചതായിരിക്കും. വരുമാന വർധനവും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവും ഈ മാസം നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. പാർട്ട് ടൈം ജോലികളോ ഫ്രീലാൻസിംഗ് അവസരങ്ങളോ നിങ്ങളെ തേടിയെത്താം. ഈ അവസരങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ ഭദ്രമാക്കും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഓഹരി കമ്പോളങ്ങളിൽ നിന്നോ റിയൽ എസ്റ്റേറ്റുകളിൽ നിന്നോ ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർക്ക് വിദഗ്ധരുടെ ഉപദേശം തേടി മുന്നോട്ട് പോകാം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് അനുയോജ്യമായ സമയമാണ്. നിലവിലുള്ള കടങ്ങൾ വീട്ടാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും മനസ്സമാധാനം നൽകുകയും ചെയ്യും. ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. വരുമാനം വർദ്ധിക്കുമ്പോൾ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ധൂർത്തൊഴിവാക്കുകയും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് മുൻഗണന നൽകുകയും ചെയ്യുക. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അത് കർശനമായി പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികാരോഗ്യം നിലനിർത്താൻ സഹായിക്കും. കുടുംബജീവിതത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സന്തോഷവും ഐക്യവും നിറഞ്ഞതായിരിക്കും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും തെറ്റിദ്ധാരണകൾ നീങ്ങുകയും ചെയ്യും. പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാകും. സ്നേഹവും പരസ്പര ധാരണയും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പുതിയ ഉണർവ് അനുഭവപ്പെടും. ഒരുമിച്ചുള്ള യാത്രകളോ പുതിയ അനുഭവങ്ങളോ നിങ്ങളെ ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിക്കും. അവിവാഹിതരായവർക്ക് ഈ മാസം ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയങ്ങൾക്കും വിവാഹങ്ങൾക്കും ഇത് അനുകൂല സമയമാണ്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ചെറിയ തർക്കങ്ങൾ പോലും സംസാരിച്ച് പരിഹരിക്കാൻ കഴിയും. കുടുംബത്തിൽ ഒരു സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബഹുമാനവും സ്നേഹവും വർദ്ധിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്.
കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കുകയും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല അംഗീകാരം നേടിക്കൊടുക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് സന്തോഷം വർദ്ധിപ്പിക്കുകയും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും ചെയ്യും. ആരോഗ്യപരമായി 2025 നവംബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലതായിരിക്കും. ഈ മാസം നിങ്ങൾക്ക് നല്ല ശാരീരിക ഉന്മേഷവും ഊർജ്ജസ്വലതയും അനുഭവപ്പെടും. ഇത് നിങ്ങളുടെ ജോലികളിലും മറ്റു പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കാൻ സഹായിക്കും. ചെറിയ അസുഖങ്ങൾ അലട്ടിയിരുന്നവർക്ക് അവയിൽ നിന്ന് മോചനം ലഭിക്കും. നിലവിലുള്ള രോഗങ്ങൾക്ക് ശരിയായ ചികിത്സ ലഭിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. മാനസികമായി ഈ മാസം നിങ്ങൾ വളരെ ശക്തരായിരിക്കും. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും നല്ല മാനസികാവസ്ഥ നിലനിർത്താനും സാധിക്കും. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസിക സമാധാനം നൽകും. ആരോഗ്യകരമായ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ഇത് നല്ല സമയമാണ്. വ്യായാമം, ചിട്ടയായ ഭക്ഷണം, മതിയായ വിശ്രമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ ദീർഘകാല ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഈ മാസം വർദ്ധിക്കും. ഇത് അസുഖങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ അശ്വതി നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം നല്ല പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം ബലം കാണും. ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വിഷയങ്ങൾ പഠിക്കാനും പുതിയ കോഴ്സുകളിൽ പങ്കെടുക്കാനും ഇത് നല്ല സമയമാണ്. ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും കരിയറിൽ മുന്നേറാനും സഹായിക്കും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും സാധിക്കും. അധ്യാപകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവരുടെ ഉപദേശം സ്വീകരിക്കാനും സാധിക്കും. ഇത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും. പുതിയ കരാറുകൾ ഉറപ്പിക്കാനും ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇത് സഹായിക്കും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. ഇത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മാനസികമായി ഉല്ലാസം നൽകാനും സഹായിക്കും. വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട്. പഠനത്തിനോ ജോലിക്കോ വേണ്ടിയുള്ള യാത്രകൾ വിജയകരമാകും. തീർത്ഥാടന യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് സഹായിക്കും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് പുതിയ അനുഭവങ്ങൾ നൽകും. ആത്മീയമായി അശ്വതി നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം നല്ല പുരോഗതി ഉണ്ടാകും. ധ്യാനം, പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനം ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും. ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം. ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും അതുവഴി മാനസികമായ സംതൃപ്തി നേടാനും സാധിക്കും. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ്. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. അശ്വതി നക്ഷത്രത്തിന്റെ അധിപൻ കേതുവാണ്. ദേവത, അശ്വിനി ദേവതകൾ ഈ മാസം ലഭിക്കുന്ന അനുകൂല ഫലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യാവുന്നതാണ്. കേതുവിന്റെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം. അശ്വിനി ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ്. പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് പുതപ്പുകൾ, കറുത്ത വസ്ത്രങ്ങൾ, എള്ള് എന്നിവ ദാനം ചെയ്യാം. കേതുവിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. കേതു മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ദേവീക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് നല്ലതാണ്. ആരാധനയ്ക്ക് വെളുത്തതും ചുവന്നതുമായ പൂക്കൾ ഉപയോഗിക്കുന്നത് ശുഭകരമാണ്. 2025 ഒക്ടോബർ 18 വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറിയത് മേടം രാശിയുടെ കീഴിൽ വരുന്ന നിങ്ങൾക്ക് പൊതുവെ ഗുണകരമായ ഫലങ്ങൾ നൽകുമെങ്കിലും ചില മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഈ വ്യാഴമാറ്റം നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കും. കൂടാതെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്കും അവസരം നൽകിയേക്കാം. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും യാത്രകൾ നടത്താനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും അമിത ചെലവുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഈ ഗുണഫലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും ചെറിയ ദോഷങ്ങളെ അതിജീവിക്കാനും വ്യാഴാഴ്ചകളിൽ വിഷ്ണുഭജനം നടത്തുന്നത് ഉത്തമമാണ്. വ്യാഴമന്ത്രങ്ങൾ ജപിക്കുക, മഞ്ഞ പൂക്കളോ മഞ്ഞ വസ്ത്രങ്ങളോ ദാനം ചെയ്യുക. കൂടാതെ ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുക എന്നിവയും ദോഷപരിഹാരങ്ങളായി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അധിപനായ കേതുവിന്റെ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാനസിക സമാധാനം നൽകും.
അശ്വതി നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം വിജയത്തിന്റെയും വളർച്ചയുടെയും കാലഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പുരോഗതിയും സന്തോഷവും പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ അംഗീകാരങ്ങൾ, സാമ്പത്തികപരമായ സുരക്ഷിതത്വം, സന്തോഷകരമായ കുടുംബ ബന്ധങ്ങൾ, നല്ല ആരോഗ്യം, ആത്മീയമായ ഉണർവ് എന്നിവ ഈ മാസത്തെ പ്രധാന നേട്ടങ്ങളായിരിക്കും. ലഭിക്കുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ ധീരമായി നേരിടാനും തയ്യാറാവുക. നല്ല ചിന്തകളോടെയും ക്രിയാത്മകമായ സമീപനത്തോടെയും മുന്നോട്ട് പോകുകയാണെങ്കിൽ നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യായം കുറിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു.